എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചെറുപ്പം നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനാവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്, അല്ലെ? നമ്മളെല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. ചെറുപ്പം നഷ്ടപ്പെടുമ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാതൊരു ടെൻഷനാണ് നമുക്ക്. ഒരു 40 വയസ്സൊക്കെ ആകുമ്പോൾ പ്രായമായി എന്നൊരു തോന്നല് നമുക്കുണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിന്റെ ആ എനർജിയൊക്കെ നഷ്ടപ്പെട്ടു എന്നൊരു ഫീല് നമുക്ക് കിട്ടുമ്പോഴാണ്, അല്ലെ? എന്നാൽ ചെറുപ്പത്തെ നമുക്ക് തിരിച്ചു പിടിച്ചാലോ? നമ്മുടെ യൗവനം എപ്പോഴും നമുക്ക് നിലനിർത്തിയാലോ? 40-ലെത്തിയാലും 50-ലെത്തിയാലും 60-ലെത്തിയാലും അപ്പോഴും ചെറുപ്പം എന്നിൽ ഇപ്പോഴും ഉണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമുക്ക് വളരാൻ പറ്റിയ ജീവിതം എത്ര മനോഹരമാണ്, അല്ലെ? പക്ഷെ അതിനു മുമ്പ് ഒരൊറ്റ ചോദ്യം. നമുക്ക് ഇതൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുവേണ്ടി നമ്മൾ എങ്ങനെയാണ് പണിയെടുക്കാറുള്ളത്? ഇതൊക്കെ റെഡിയാകാൻ വേണ്ടി, നല്ല ചെറുപ്പം നിലനിർത്തുന്ന ഒരു വ്യക്തിയാവാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ ശരീരത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാറില്ല, ശരിയല്ലേ? ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് നമ്മുടെ ആഹാരശീലങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങളിലൂടെ നമ്മുടെ ചെറുപ്പം എങ്ങനെ നിലനിർത്താനാവും എന്നതിനെ കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആഹാരശീലം എന്ന് പറയുന്നത്. ഈ ആഹാരശീലവും നമ്മുടെ ആരോഗ്യവും ചെറുപ്പവുമായിട്ട് വലിയ ബന്ധമുണ്ട്. പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറിയ കാര്യങ്ങളാണെന്ന്. പക്ഷേ ഈ ചെറിയ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് അത്ര ചെറിയ കാര്യമല്ല, നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാവുക. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഞാൻ പറയാൻ പോകുന്ന 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിൽ സൂക്ഷിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളോട് ഇതൊക്കെ പറയുവാനുള്ള ഒരു ധൈര്യവും ക്രെഡിബിലിറ്റിയും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏറെക്കുറെ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കുകയും അതിൽ സക്സസ് ആവുകയും ചെയ്ത ഒരാളാണ്. അതിൻ്റെ റിസൾട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇനി നമുക്ക് പോയിന്റിലേക്ക് വരാം. നമ്മുടെ ആഹാരശീലങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്? നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ചെറുപ്പവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങൾ. ഇതിൽ ഒന്നാമത് പറയാനുള്ളത് ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക എന്നുള്ളതാണ്. എന്താണ് ആന്റി ഓക്സിഡന്റ് എന്നത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ അതിന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടും. എന്നാൽ ജസ്റ്റ് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ കോശങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്നത് ഈ ആന്റി ഓക്സിഡന്റുകളാണ്. അതില്ലെങ്കിൽ ഓക്സിഡേഷൻ സംഭവിക്കും, അതായത് നമ്മുടെ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കും. അപ്പോൾ ഈ കേടുപാടുകളൊന്നും സംഭവിക്കാതെ അതിനെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു സംവിധാനം തന്നെയാണ് തീർച്ചയായിട്ടും ആന്റി ഓക്സിഡന്റുകൾ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറയാം, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്. ഗൂഗിളിലും മറ്റ് സോഴ്സുകളിലും ഒക്കെ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ധാരാളം ഭക്ഷണങ്ങളെ നമുക്ക് നമ്മുടെ ചുറ്റിലും കാണാൻ പറ്റും. അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ആഹാരശീലങ്ങളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അതിന്റെ വലിയ മാറ്റം കാണാൻ പറ്റും. ഇപ്പോ പഴവർഗ്ഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മാങ്ങ, പപ്പായ, നാരങ്ങ, ഇതിലൊക്കെ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇനി പച്ചക്കറികളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചീര, കറിവേപ്പില, അതുപോലെ തന്നെ ബ്രോക്കോളിയൊക്കെ കുറച്ച് വില കൂടിയ സാധനമാണ്. കിലോയ്ക്ക് എനിക്ക് തോന്നുന്നു 350-400 രൂപ വിലയുണ്ട്. എന്നാലും ചെറിയ പോർഷനൊക്കെ നമുക്ക് ഒരു 100 രൂപയ്ക്കൊക്കെ ലഭിക്കും. എന്നാൽ എല്ലാ ദിവസവും ഇത് കഴിക്കണമെന്നില്ല. മാറി മാറി ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും നമ്മൾ ധാരാളമായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ തക്കാളിയിൽ ഒരുപാട് ആന്റി ഓക്സിഡന്റുകളുണ്ട്. നമ്മുടെ മധുരക്കിഴങ്ങ്, അതിൽ ഒരുപാട് ആന്റി ഓക്സിഡന്റുകളുണ്ട്. എന്നാൽ എല്ലാത്തിലും ഒരേ ആന്റി ഓക്സിഡന്റുകൾ അല്ല ഉള്ളത്, എല്ലാത്തിലും വ്യത്യസ്തമാണ്. പക്ഷെ എല്ലാം നമ്മുടെ ശരീരത്തിന് ഗുണകരമാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. ഇതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു കുന്നുകണക്കെ ചോറും ഒരു സ്പൂണ് തോരനും കഴിച്ചാലൊന്നും നമ്മുടെ ഈ പരിപാടി നടക്കില്ല. മിതമായിട്ടുള്ള ഒരു അളവിൽ ചോറും നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികളും നമ്മൾ ഇതിന്റെ കൂടെ കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും കടയിൽ പോയിട്ട് ഫ്രൂട്ട്സ് വാങ്ങിക്കാറുണ്ടല്ലേ? വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ആ ഫ്രൂട്ട്സ് മുഴുവൻ കുട്ടികൾക്കാണ് കൊടുക്കുക. മുതിർന്നവരാരും ഇത് കഴിക്കാറില്ല. ശരിക്കും കുട്ടികൾ കഴിക്കുന്നത് പോലെ തന്നെ മുതിർന്നവരും ഇതൊക്കെ കഴിക്കേണ്ടതുണ്ട്.
ഒരേ ഇമ്പോർട്ടൻസ് ആണ് ഈ രണ്ട് കാര്യങ്ങൾക്കുള്ളത്, ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആളുകൾക്കും ഉള്ളത്. എന്നാൽ പലപ്പോഴും മക്കൾക്ക് നമ്മൾ ഇതൊക്കെ കൊടുക്കും, നമ്മളിത് കഴിക്കില്ല. ഇനി ഒന്നോ രണ്ടോ അതിൽ നിന്ന് എടുത്ത് കഴിച്ചെങ്കിലായി. അപ്പൊ അത് പാടില്ല. നമ്മൾ കടയിൽ നിന്ന് ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കും കൂടി കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ വാങ്ങണം. ഇപ്പോ തിന്നാനും കുടിക്കാനുമുള്ള ബുദ്ധിമുട്ടൊന്നും കേരളത്തിലുള്ള ആളുകൾക്കില്ല എന്നത് ഒരു വലിയ സത്യാവസ്ഥയാണ്. ഇനി ആർക്കെങ്കിലും അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രായമായ ആരും നോക്കാനില്ലാത്ത ആളുകൾക്കോ അതല്ലെങ്കിൽ അവനവന്റെ പിടിപ്പുകേട് കൊണ്ട് ചെയ്യാതെ പണിയൊന്നും എടുക്കാത്ത ആളുകൾക്കോ മാത്രമേ തിന്നാനും കുടിക്കാനും ബുദ്ധിമുട്ടുള്ളൂ. ബാക്കിയുള്ള അധ്വാനിക്കാൻ കഴിവുള്ള എല്ലാ ആളുകൾക്കും തീർച്ചയായിട്ടും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ള വരുമാനവും നമ്മുടെ സമൂഹത്തിൽ നിന്ന് പല ജോലികളിൽ നിന്നായി കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് മാറാൻ നല്ല ചെലവ് വരില്ലേ എന്നൊക്കെ നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും. അങ്ങനെ വലിയ ചെലവുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ കടകളിൽ പോയിട്ട് നമുക്ക് ലഭിക്കുന്ന ഈ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കൂടുതലായിട്ട് കഴിക്കുക. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക. നമ്മൾ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും ഒക്കെ നമ്മൾ വാങ്ങിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത് പറയാനുള്ളത് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതിന് ചെലവുള്ള കാര്യമൊന്നുമല്ല, അല്ലെ? എന്നാൽ നല്ല മടിയുള്ള ആളുകളാണ് വെള്ളം കുടിക്കാൻ എന്ന് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഈ ജോലി ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ അടുത്ത് ബോട്ടിലിൽ വെള്ളമൊക്കെ നിറച്ചു വെച്ചിട്ടുണ്ടാവും. പലപ്പോഴും നമ്മൾ കുടിക്കാൻ തന്നെ മറന്നു പോകാറുണ്ട്. എന്നാൽ അത് പാടില്ല. നമുക്ക് ദാഹിക്കുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളം നമ്മൾ ഇങ്ങനെ കുറച്ച് പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ വെള്ളം നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഈ സ്കിന്നൊക്കെ എന്താ സംഭവിക്കുക? വരണ്ടുണങ്ങാൻ തുടങ്ങും, അല്ലെ? വല്ലാതെ ഡ്രൈ ആവും. നമ്മുടെ മുഖമൊക്കെ ചുക്കി ചുളിഞ്ഞ് മുഖമൊക്കെ ആകെ ഡൗൺ ആവും. അപ്പോൾ നമ്മൾ ഈ നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ഒരു ബോഡിയെ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. അവരുടെ സ്കിന്നൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നായിരിക്കും. അതുപോലെ തന്നെ നല്ല തിളക്കവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുക. എന്നെ സംബന്ധിച്ചൊക്കെ ഞാൻ രാവിലെ എക്സർസൈസ് ഒക്കെ കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ഒക്കെ എടുത്ത് കുളിച്ച് ഫ്രഷായി വന്നതിന് ശേഷം ഒരു 1/2 ലിറ്റർ ബോട്ടിലിൽ നല്ല തിളപ്പിച്ചാറിയ വെള്ളം, അത് ഒറ്റയടിക്ക് കുടിക്കില്ല. എവിടെയെങ്കിലും പോയി ഇരുന്ന് ഒന്നുകിൽ കുറച്ച് സമയം ഫോണൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കഴിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വായിച്ചിട്ടൊക്കെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് സിപ്പായിട്ട് അത് കുടിച്ചു തീർത്ത് അങ്ങനെ ഒരു ശീലം തീർച്ചയായിട്ടും ഉണ്ട്. ഈ രാവിലെ നമ്മളൊരു 3-4 ഗ്ലാസ് വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നതിന്റെ ഗുണം എന്താണെന്നറിയോ? നമ്മുടെ ഈ ബ്ലഡൊക്കെ ഈ രാത്രി കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ ബ്ലഡൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയായിരിക്കും. അപ്പോൾ ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് ഈ ബ്ലഡൊക്കെ ശരിയായ രീതിയിൽ പമ്പ് ചെയ്യാൻ തുടങ്ങും. ഒരു പരിധിവരെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ ഈ ഒരു ശീലം ഉപകാരപ്പെടും. നിങ്ങളൊക്കെ അതൊന്ന് ചെയ്തു നോക്കുക. രാവിലെ എഴുന്നേറ്റിട്ട് വെറും വയറ്റിൽ ഒരു 3-4 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഏതായാലും ദോഷം വരില്ല, നല്ലത് മാത്രമേ വരൂ. അപ്പോൾ ഒരുപാട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചെറുപ്പം നിലനിർത്താൻ, നമ്മുടെ സ്കിന്നൊക്കെ കുറച്ചുകൂടി നല്ല ചുറുചുറുക്കോടെ നിൽക്കാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട മറ്റൊരു കാര്യം. ഇനി മൂന്നാമത് പറയാനുള്ളത് നല്ല കൊഴുപ്പുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്കൂളിലൊക്കെ പണ്ട് പഠിച്ചിട്ടില്ലേ, പൂരിത എണ്ണകൾ അപൂരിത എണ്ണകൾ എന്നൊക്കെ, അല്ലേ? നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട് കൊഴുപ്പ്. കൊഴുപ്പ് എന്ന് പറയുന്നത് പിന്നെ കൊളസ്ട്രോള് അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ഉണ്ടാക്കും, അല്ലെങ്കിൽ അറ്റാക്ക് വരും, അതുകൊണ്ട് കൊഴുപ്പ് കഴിക്കാൻ പാടില്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. അങ്ങനെയല്ല, നല്ല കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. വെളിച്ചെണ്ണയിലെ കൊഴുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, അതിൽ കൊളസ്ട്രോൾ ഇല്ല. അതുപോലെ തന്നെ ഒലിവ് ഓയിൽ, അതും നമ്മുടെ ശരീരത്തിന് നല്ല എണ്ണകളാണ്. നമ്മുടെ മത്സ്യത്തിലൊക്കെയുള്ള എണ്ണകൾ, ഈ വാൾനട്ടൊക്കെ ഇല്ലേ, അതിലൊക്കെ അടങ്ങിയിരിക്കുന്ന എണ്ണകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കൊഴുപ്പുകൾ സമ്മാനിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതല്ലാതെ ഈ സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുന്നത് തീർച്ചയായിട്ടും നിർത്തിക്കോ. നിങ്ങൾക്ക് ആയുസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ പരിപാടിയൊക്കെ നിർത്തിക്കോ. ഒന്ന് ആലോചിക്കുക, സൺഫ്ലവർ ഓയിലൊക്കെ നിങ്ങൾക്ക് 1 ലിറ്റർ വാങ്ങിക്കണമെങ്കിൽ ഏകദേശം 1000-ന് മേലെ റേറ്റ് വരും. നിങ്ങൾക്ക് ഒരു 100 രൂപയ്ക്ക് ഒരു പക്ഷെ നിങ്ങൾക്ക് 1 ലിറ്റർ 100-150 രൂപയ്ക്കുള്ളിലായിട്ട് നിങ്ങൾക്ക് 1 ലിറ്റർ സൺഫ്ലവർ ഓയിൽ കിട്ടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന്. അപ്പോൾ കുറച്ചുകൂടി വിവേകത്തോടെയൊക്കെ ചിന്തിച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. മാത്രമല്ല, നമ്മൾ ഈ ബേക്കറിയിൽ പോയിട്ട് നമ്മൾ ഈ ചിപ്സ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നതൊക്കെ, അതുപോലെ തന്നെ ഈ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ ഡാമേജ് ഉണ്ടാക്കും. നമ്മുടെ കോശങ്ങളെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന, അതിനെ നശിപ്പിക്കുന്ന, അതിന്റെ ആ ഒരു കരുത്ത് ഇല്ലാതാക്കി കളയുന്ന ഘടകങ്ങളാണ് ഇതൊക്കെ. അപ്പം നല്ല കാര്യങ്ങൾ നമ്മൾ കഴിക്കുക, നല്ല കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുക. മറിച്ച് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
അത് നമ്മുടെ ചെറുപ്പം നഷ്ടപ്പെടുത്തും, നമ്മുടെ ചുറുചുറുക്ക് നഷ്ടപ്പെടുത്തും, നമ്മുടെ സ്കിന്നൊക്കെ ചുക്കി ചുളിയാൻ തുടങ്ങും ചെറിയ പ്രായത്തിൽ തന്നെ. അപ്പോൾ 40 വയസ്സായ നിങ്ങൾക്ക് 50 55 വയസ്സൊക്കെ തോന്നിക്കും. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് മാറാതിരിക്കാൻ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ നല്ല കൊഴുപ്പുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക. കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ ഒലിവ് ഓയിൽ, വാൾനട്ട്, അതുപോലെ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇത് കൂടാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് നമ്മൾ കണ്ടെത്തുക. മൊത്തത്തിൽ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസമോ 2 ദിവസമോ മതിയാവില്ല ഓരോ വിഷയവും. അപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്തൊക്കെയാണ് നല്ല കാര്യങ്ങളെന്ന്. അപ്പോൾ ഇത് ജീവിതത്തിന്റെ ഒരു ശീലമാക്കി നിങ്ങൾ കൊണ്ടുനടക്കുക. ഒരു പുതിയ ഒരു ആഹാരശീലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഇനി നമുക്ക് 4ാമത് പറയാനുള്ളത്, റിഫൈൻ ചെയ്ത പഞ്ചസാരയും അതുപോലെ തന്നെ വൈറ്റ് ഫ്ലോർ ഉൽപ്പന്നങ്ങളും നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ പഞ്ചസാരയിലുള്ള മധുരമൊക്കെ നമ്മുടെ സ്കിന്നിന് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വൈറ്റ് ഫ്ലോർ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മൈദ, വൈറ്റ് റൈസ്, അങ്ങനെയുള്ള വൈറ്റ് കളറുള്ള കെമിക്കൽ ഇൻക്ലൂഡഡ് ആയിട്ട് വെളുപ്പിച്ചെടുക്കുന്ന ഒരുപാട് പൊടികൾ നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ കോശങ്ങൾക്ക് കേടുണ്ടാക്കുന്നുണ്ട്, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകുന്ന ഘടകങ്ങളാണ്. പലപ്പോഴും നമ്മൾ ഇതൊന്നും മനസ്സിലാക്കാറില്ല, അല്ലെ? ചായയിലൊക്കെ നമ്മൾ എത്രയാണ് പഞ്ചസാരയൊക്കെ ഇട്ട് കലക്കി കുടിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ ഈ കൂടിയ അളവിൽ പഞ്ചസാരയൊക്കെ നമ്മൾ കഴിക്കുന്നതും അതുപോലെ തന്നെ ഈ വൈറ്റ് റൈസ്, മൈദ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുന്നതൊക്കെ വളരെ ഡേഞ്ചറാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രായമായിട്ട് കടന്നു പോകാൻ പറ്റും. മാത്രമല്ല ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾ ഒഴിവാക്കുക. ഇനി അഥവാ കഴിക്കുന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഒന്ന് കഴിച്ചു എന്ന് കരുതി ഒരാകാശവും ഇടിഞ്ഞു വീഴാനൊന്നും പോണില്ല. പക്ഷേ നമ്മൾ ഒരു ദിവസമോ 2 ദിവസമോ അല്ലെങ്കിൽ വല്ലപ്പോഴും ആണോ നമ്മൾ കഴിക്കുന്നത്? അല്ല, ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണല്ലേ. ബേക്കറി സാധനങ്ങൾ ഇല്ലാതെ ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിലില്ല. ഒന്ന് പുറത്തു പോയി വരുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവും എന്തെങ്കിലും ചിപ്സോ, ബേക്കറി സാധനങ്ങൾ, കേക്ക്, അങ്ങനെയൊക്കെ അല്ലേ. ഇതൊക്കെ തിന്ന് 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 നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ, കോശങ്ങളെ നശിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാക്കിയെടുക്കുക. പഞ്ചസാരയൊക്കെ പരമാവധി ഒഴിവാക്കുക. ചായയിലൊക്കെ വളരെ കുറച്ച്, ചായയിലും കാപ്പിയിലും ഒക്കെ കുറച്ച് പഞ്ചസാര ഉപയോഗിച്ച് നമ്മൾ കഴിക്കാൻ ശീലിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരില്ല. ഇനി 5ാമത് പറയാനുള്ളത്, ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ, അതായത് നാരുകൾ കൂടുതലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതൽ കഴിക്കുക. അത് നമ്മുടെ ദഹന പ്രക്രിയ ഒരുപാട് സ്വാധീനിക്കുന്ന ഘടകമാണ്. അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളെയൊക്കെ നീക്കം ചെയ്യുന്നതിൽ ഈ ഫൈബർ കണ്ടന്റ് ഉള്ള, നാര് കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾക്ക്, പഴവർഗ്ഗങ്ങൾക്ക്, വെജിറ്റബിൾസിനൊക്കെ വലിയ സ്വാധീനമുണ്ട്. നമ്മൾ പണ്ട് ഉപയോഗിക്കുന്ന ഈ ചേമ്പ്, കാമ്പ്, അങ്ങനെയുള്ള സംഭവം, ഈ വാഴയുടെ നടുവിലൊക്കെ ഉള്ള ഈ കാമ്പൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഒരുപാട് നാരുകളുണ്ട്. അതുപോലെ മാങ്ങ, ഇതിലൊക്കെ ഒരുപാട് ഫൈബർ കണ്ടന്റുകൾ, ചോളം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് അന്വേഷിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കണ്ടെത്താൻ പറ്റും. അപ്പൊ നാരുകൾ കൂടുതൽ, ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള, ഇപ്പൊ ഗോതമ്പ്, നമ്മുടെ അതുപോലെ തന്നെ ഈ കറ കളയാത്ത ബ്രൗൺ റൈസുകൾ, ഇതിലൊക്കെ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ദഹനത്തെ, നമ്മുടെ ശരീരത്തെ കൃത്യമായ രീതിയിൽ എനർജറ്റിക് ആയിട്ട് നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ നാരുകൾ കൂടുതലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. വല്ലപ്പോഴും ഇത് കേൾക്കുമ്പോൾ എന്നാൽ പിന്നെ നാളെ ഇതൊക്കെ ചെയ്ത് കളയാമെന്ന് കരുതി നാളെ ഇതൊക്കെ ചെയ്യും, മറ്റന്നാളിൽ പിന്നെ പണ്ടത്തെ പോലെ തന്നെ നമ്മൾ ഈ പഴയ പരിപാടികൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അത് പാടില്ല. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ലൈഫിൽ നമ്മുടെ ഭക്ഷണശീലത്തിന് പുതിയ ഒരു രീതി കൊണ്ടുവരാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ആരോഗ്യത്തെയും നിങ്ങളുടെ യുവത്വത്തെയും തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായ രീതിയിൽ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തർക്കങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി 6ാമത് പറയാനുള്ളൊരു കാര്യം, നമ്മൾ കാപ്പിയും ചായയും പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ കാപ്പിയൊക്കെ അമിതമായിട്ട് കഴിക്കുന്നത് നമ്മുടെ ഈ സ്കിന്ന് വരണ്ടുണങ്ങുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോ ഒരു ദിവസം 1 or 2 ചായയോ കാപ്പിയോ കുടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. രാവിലെ ഒന്ന് കഴിക്കുക, വൈകുന്നേരം ഒന്ന് കഴിക്കുക. പക്ഷേ നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും ഞാൻ കണ്ടിട്ടുള്ളത് ഒരുപാട് 5ഉം 10ഉം ചായ, എനിക്ക് തോന്നുന്നു 10ഉം 15ഉം ചായ വരെ കുടിക്കുന്ന ആളുകളെ പോലും എനിക്ക് നേരിട്ട് അറിയുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും അവരൊക്കെ ഇന്ന് വലിയ ശാരീരികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളതും വലിയ വസ്തുതയാണ്. അപ്പോൾ ഒരുപാട് ചായയും കാപ്പിയും കഴിക്കുന്നത് നല്ലതല്ല. 1 or 2 കഴിച്ച് നമ്മൾ നിർത്താൻ പറ്റണം. അത് നമ്മുടെ കോശങ്ങളെ, നമ്മുടെ സ്കിന്നിനെ മോശമായി ബാധിക്കുന്ന ഘടകമാണെന്ന് നമ്മൾ തിരിച്ചറിയുക.
ആവശ്യത്തിന് മാത്രം. അമിതമായാൽ അമൃതം വിഷമാണ് എന്നല്ലേ നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എല്ലാം മിതമായിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ചായയും കാപ്പിയും ഒക്കെ വളരെ കുറച്ച് ലിമിറ്റായിട്ട് നമ്മൾ കഴിക്കുക. ഇനി ലാസ്റ്റ് പറയാനുള്ളത്, പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ, ഫുഡുകൾ നമ്മൾ കഴിക്കരുത് എന്നുള്ളതാണ്. ഈ പാക്കറ്റ് ഫുഡുകൾ, റെഡിമെയ്ഡ് ഫുഡുകൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതൊക്കെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ കടയിൽ പോയിട്ട് കഴിക്കുന്ന കൊക്കക്കോളയും പെപ്സിയും 7-അപ്പും എംബറിൻ്റെയും അങ്ങനെ എല്ലാം തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തെ വലിയ അപകടത്തിലേക്ക് തള്ളി നീക്കുന്ന ഘടകമാണ്. നമ്മൾ പലപ്പോഴും ഒരുപാട് ഇത് കഴിക്കുന്ന ആളുകളാണ്. കടയിൽ പോയി കഴിഞ്ഞാൽ ഭക്ഷണത്തിന് ശേഷം ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ശീലം പല ആളുകൾക്കുമുണ്ട്. അത് മാറ്റിയില്ലെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് മാറും. അത് മാത്രമല്ല, വളരെ പെട്ടെന്ന് തന്നെ നമ്മളൊക്കെ പ്രായമാകുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. ഇതിലൊക്കെ കണ്ടന്റുകൾ നമ്മുടെ കോശങ്ങളെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതുപോലെ തന്നെ റെഡിമെയ്ഡ് ഫുഡുകളൊക്കെ നമ്മൾ വാങ്ങിച്ച് വാരി വലിച്ച് തിന്നുമ്പോൾ ഓർക്കുക, നല്ല രീതിയിൽ ഊർജ്ജസ്വലതയോടെ എനർജറ്റിക് ആയിട്ട് ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ചെറുപ്പമൊക്കെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇമാതിരി ഫുഡുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. നല്ല ഫുഡുകൾ ജീവിതത്തിൽ നമുക്ക് കഴിക്കാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ട്. എന്നിട്ടും നമ്മൾ ആവശ്യമില്ലാതെ നമ്മുടെ ശരീരത്തിനെ കേടാക്കുന്ന ഇതുപോലുള്ള സാധനങ്ങൾക്ക് എന്തിനാണ് നമ്മൾ വാരി വലിച്ച് കഴിക്കുന്നത്? സ്വയം ഒരു ആത്മപരിശോധന നടത്തുക. അതിലൂടെ ഒരു പുതിയ മാറ്റം ഉണ്ടാക്കുക. ഇന്നു മുതൽ ഒരു പുതിയ ആഹാരശീലം നിങ്ങൾക്ക് ജീവിതത്തിൽ കണ്ടെത്താൻ പറ്റട്ടെ. അതിലൂടെ നിങ്ങളുടെ ആരോഗ്യത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനാവട്ടെ. അപ്പോഴാണ് നിങ്ങളുടെ യുവത്വം, ചെറുപ്പം നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.